ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിതാ വളരെ കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വെന്തെന്ന് തോന്നുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതും കൂടിയിട്ട് വേറെ മസാലയൊന്നും ഞാനിതിലിട്ടിട്ടില്ല. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണിയുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം ബിരിയാണിയുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയുടെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെയും ചോറിട്ട് ബാക്കി വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി നെയ്യ് കൂടി തൂവി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിതാ ചോറ് വിളമ്പുന്നുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ, കുറച്ച് തൈരും. ബിരിയാണീൻ്റെ കൂടെ അച്ചാർ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.